ടേസ്റ്റ് ഉണ്ട്. വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളൊരു കുഞ്ഞ് ഫുഡ് അടിക്കുന്നൊരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ. അതിപ്പോൾ നമ്മളിവിടെ കടലുണ്ടിയാണ് സ്ഥലം. കടലുണ്ടി കോട്ടക്കടവ് ആണ് പ്ലേസ് കറക്റ്റായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൂട്ട് പറഞ്ഞു തരാം. ഇതാ ഇങ്ങനെ കടലുണ്ടിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. TMH ഹോസ്പിറ്റൽ കണ്ടോ, TMH ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടൊരു സർക്കിൾ നമുക്ക് കാണാൻ പറ്റും. ആ സർക്കിൾ റൗണ്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. പിന്നെ ഈ ഒരു വഴി കണ്ടോ, ഇത് നമ്മൾ കോഴിക്കോട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഇങ്ങനെയും വരാം. പിന്നെ ഒരു കുഞ്ഞു വഴി കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സർക്കിൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് വന്ന് പെടുന്ന ഒരു ജംഗ്ഷനാണ് കോട്ടക്കടവ് ജംഗ്ഷൻ. ഈ കോട്ടക്കടവ് ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. നേരെ കാണുന്ന ആ റോഡ് ഉണ്ടല്ലോ, ആ റോഡ് എന്താണ് പഴയ റോഡാണ് കേട്ടോ. അതായത് കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ പരപ്പനങ്ങാടി റൂട്ടാണ്. ഈ പരപ്പനങ്ങാടി റൂട്ടാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് ഈ കോട്ടക്കടവ് ജംഗ്ഷനിൽ നേരെ കാണുന്നത് ഈ ഒരു പാലാണ്. ഈ പാലം വന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കാറൊന്ന് ജസ്റ്റ് പാർക്ക് ചെയ്തു. ഇവിടെ ഇത് തന്നെയാണ്. അപ്പോൾ പാലം കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ തീരമൈത്രി കാർത്തിക വനിത ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ പാലം കഴിഞ്ഞ ജസ്റ്റ് ഇറങ്ങുമ്പം തന്നെ ഒരു വഴിയുണ്ട്. അതാ കുഞ്ഞു വഴിയാണ്. അത് ജസ്റ്റ് താഴത്തേക്കാണ് ഇവരുടെ ഈ ഒരു ഹോട്ടൽ ഇരിക്കുന്നത്. ഒരു കുറച്ച് സ്റ്റെപ്സ് കൂടിയുണ്ട്. അതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്താണ്. ചേച്ചിമാരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത്. ഇപ്പം ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഫുഡൊക്കെ അടിച്ചതിന് ശേഷമാണ്. കിഡിലം ഫുഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ബാക്കി ചേച്ചിമാർ പറയും. തീരമൈത്രി കാർത്തിക വനിത ഹോട്ടലാണ്. കോട്ടക്കടവിന്റെ നേരെ താഴെ, എവിടെ പാലത്തിന്റെ കോട്ടക്കടവ് പാലത്തിന്റെ താഴെ 4 ചേച്ചിമാര്. ജയശ്രീ, സൗമിനി, അടിപൊളി ഫുഡാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കോഴിക്കോടുള്ളവർ തീർച്ചയായിട്ടും, കോഴിക്കോടല്ല ഒരുപാട് ദൂര സ്ഥലങ്ങളിലുള്ളവർ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുകയും അടിപൊളി ആ ഒരു ഇതിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും നിങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യണം. ഇതവിടെ കുറച്ച് ആൾക്കാർ ഓരോരോ ആക്ഷൻ കാണിച്ചിട്ട് എന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ലൈവായിട്ട് ഫിഷ് കട്ട് ചെയ്യുന്നത്, ഫിഷ് പൊരിക്കുന്നത് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം മീൻ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഇവിടെ വരാം. ചോറ് വരുന്നത് 40 രൂപ. ചേച്ചി ഏത് മീൻ? പുഴമീൻ. പുഴമീനാണ്, ഫ്രഷ് മീനാണ് കേട്ടോ. പുഴമീനാണ്. അപ്പം മീൻ എന്ന് പറയുമ്പോ ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് പുഴയിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് മീൻ, അല്ലാതെ കടലിൽ കിട്ടുന്നത് എന്നോ. അപ്പൊ പുഴമീൻ. അതെ അതെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഫ്രഷ് ആയിട്ടുള്ള പുഴമീൻ ഇതാ കവറിൽ കിടന്ന് പെടക്കിനുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ പാത്രത്തിലേക്കൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു കേട്ടോ. ഇങ്ങനെ പലതരം മീനുണ്ട് കേട്ടോ. കരിമീൻ മാത്രമല്ല പല ടൈപ്പ് മീനുണ്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫുള്ളും ഇതിൽ കായൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു ഫ്രീസർ ഉണ്ട്. ആ ഫ്രീസർ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ട മീൻ, നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് വേ ചെയ്തിട്ട് അവർ പൊരിച്ച് തരിക ചെയ്യുക. അപ്പോൾ ഇത് ലൈവായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ തന്നെ ഉള്ളിലേക്ക് ലൈവായിട്ട് കയറി വരികയാണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നേരത്തെയാണ്. അതായത് കുറച്ചൊരു 12 മണിയാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഷിജില തിരക്കാട്ടോ എല്ലാവർക്കും. ഇത് മാലാനോ? ഇത് ചെമ്പല്ലി അല്ലേ? ഇടയിൽ നമുക്കിതാ ഇഞ്ചി വെളുത്തുള്ളിയാ, ചെറിയുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി. ചേച്ചിന്റെ പേര്? സൗമിനി. ഇവർക്കൊരു സീക്രട്ട് കൂട്ടുണ്ട്, അതായത് മീനിൽ പുരട്ടുന്ന ഒരു കൂട്ട്. ഇപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ചേച്ചി നേരത്തെ ചതച്ച് വെച്ച ആ ഒരു സംഭവമാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ടാണ് മീൻ ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇട്ടത് ചെമ്പല്ലിയാണ്. ഓക്കെ. ശരിക്കും ഇതൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു പരസ്യം കൊണ്ടുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാനിത് അവിടെ പോയപ്പം എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. ഈ 4 ചേച്ചിമാരും ഒരുപാട് അധ്വാനിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം തോന്നി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുകയാണ് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത് ഇത് 2019 മാർച്ച് 19 അല്ലേ? ഓക്കെ. അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതാണ്. കോവിഡ് ടൈമിലാണ് സ്റ്റാർട്ട്. ഞങ്ങള് കട തുറന്നേ. പിന്നെ ഞങ്ങൾ 6 മാസം കട പൂട്ടി. ആണോ? കോവിഡ് ആയതിനെ കൊണ്ട് 11 മണി തൊട്ടിപ്പുണ്ട് ആണല്ലേ? അപ്പൊ ഞങ്ങള് ചോറ് മാത്രമേ കൊടുക്കുള്ളൂ. ഫിഷ് ആണ് മെയിൻ അല്ലേ? ഫ്രഷ് മീൻ. ഫ്രഷ്. ഓക്കെ. എത്ര മണി വരെ ഉണ്ടാകും?
ശരിക്കും 4 മണി വരെയൊക്കെ കൊടുക്കും. എങ്ങനെയാ ഒരു ഊണിന്റെ റേറ്റ് എങ്ങനെയാ? ഫിഷ് ഇല്ലാതെ 40 രൂപയാണ്. മീനിനനുസരിച്ചിട്ട് പിന്നെ നമുക്ക് 1 കിലോ മീൻ ഇപ്പൊ 1100 രൂപ പൊരിച്ചു കൊടുത്താൽ ഇപ്പോഴത്തെ റേറ്റില്. മാർക്കറ്റ് റേറ്റ് എങ്ങനെയാ കൂടണേ? അപ്പൊ ആ കൂടണനുസരിച്ച് കൂട്ടണ്ടേ? അപ്പൊ കൂടിയില്ല. അപ്പൊ 1200 രൂപ 1 കിലോന്റെ. ഒരുപാട് സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. ദൂരെ കുറച്ച് യൂട്യൂബർമാര് വന്നപ്പോ ഞങ്ങൾ കുറച്ചൊന്ന് ഫേമസ് ആയി. അതെ അങ്ങനെ വരുന്നുണ്ട്. ഇത് കരിമീൻ, ചെമ്പല്ലി, ഏരി, അമൂറ്, പിന്നെന്താണ് മാല, കടകപ്പാര കൊടുക്കണത്. പുഴമീൻ അല്ലേ? അതിനായിരിക്കും ആൾക്കാർക്ക് ഡിമാൻഡും കൂടുതൽ. ലൈവായിട്ട് പൊരിച്ചു കൊടുക്കും. നിങ്ങൾ വന്നിട്ട് ഇത്ര ഗ്രാം നിങ്ങളെ എന്താണ് ബഡ്ജറ്റിനനുസരിച്ച് കൊടുക്കും. ഇതാണ് സീക്രട്ട് മസാല അല്ലേ? ഇതിൽ മെയിൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? ചെറിയുള്ളിയും, വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, മുളക്, പിന്നെ അങ്ങനെ എക്സ്ട്രാ. പിന്നെ ചേച്ചി പറഞ്ഞ ആ ഒരു എക്സ്ട്രാ സംഭവം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്തായാലും അതൊരു സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. അപ്പം മീനൊക്കെ അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട ആ ഒരു സംഭവം കണ്ടല്ലോ, അതാണ് ഇതിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. കൂടാതെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. വെളിച്ചെണ്ണയൊക്കെ പുതിയ വെളിച്ചെണ്ണയാണ്, ഫ്രഷ് ആയിട്ട് ഒഴിച്ച വെളിച്ചെണ്ണയിലാണ് അവർ ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് പറയാതെ ഇടിച്ച് കയറിയതാണല്ലോ അടുക്കളയിലേക്ക്. പക്ഷേ അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും നീറ്റായിട്ടാണ് അതവർ കൈകാര്യം ചെയ്യുന്നത്. ഉരുളി വെക്കുമ്പോൾ ഒരു പ്രത്യേകത എന്തായാലും ഉണ്ടാവുമല്ലോ. വിറകടുപ്പ്. ഏകദേശം രാവിലെ തുടങ്ങൂല ഈ പണിയും ഒരുക്കങ്ങളൊക്കെ? രാവിലെ തുടങ്ങും. ചോറും കറിയൊക്കെ അധികം ആക്കും. പിന്നെ മീനിന്റെ പണിയാണ്, പിന്നെ ക്ലീനിങ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതാ നല്ല വാഴയിലയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ, ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു സന്തോഷം തോന്നി എനിക്ക്. അച്ചാറും പച്ചടിയും ഉപ്പേരിയും അങ്ങനെയെല്ലാം വിളമ്പി തുടങ്ങി. കുറച്ച് മതി ചേച്ചി. ഇതെന്താ കറി? പച്ചക്കറി, ചേന. ഇതെന്താ? ഇരുന്താ? ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇതിപ്പോ എത്രയാ റേറ്റ്? എത്രയാ? ഇതിപ്പോ 600 റുപ്പീസ്. രണ്ടും കൂടി 600 കേട്ടോ. ഇനി മീൻ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ചെമ്പല്ലയാ കഴിച്ച്, മറ്റേ കരിമീനാ. അടിപൊളി. ചൂടുണ്ടല്ലേ? ഇത് കരിമീനാ. ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കരിമീനാണ് കേട്ടോ. അടിപൊളി. നമുക്ക് രസം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇല്ല. ഓക്കെ. ഭയങ്കര ഒഴിക്കലാണല്ലോ. അടിപൊളിയാ. ഇതിന്റെ പൊടിയൊക്കെ ഒന്ന് പറഞ്ഞേ. റെസിപ്പി തന്നെ ചേച്ചി പറഞ്ഞു. മതി. താങ്ക് യു. ഇനി ഞാൻ ബാക്കി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ മീനിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കിക്കാൻ നമ്മളെല്ലാവരും കൂടിയും കശാപ്പ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ പറയല്ല, നല്ല ഭക്ഷണം കഴിക്കുക, അതൊരു സുഖമാണ് അല്ലേ? അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇതാ ഞങ്ങൾ കൈയൊക്കെ കഴുകി. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പറയണതാണ് ഒറിജിനാലിറ്റി. അല്ലാതെ നമ്മൾ വന്നിട്ട് ഈ ഭക്ഷണം അങ്ങനെയല്ല, കഴിച്ചിട്ട്. അതെ, തീർച്ചയായിട്ടും എനിക്കത് ഭക്ഷണം കഴിക്കുന്നതിന് ആ ഒരു ഫീലിംഗ് മനസ്സിലായി. നിങ്ങളെല്ലാവരും വളരെ നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ശരിക്കും. മനസ്സ് നിറഞ്ഞ് ഊണ് കഴിക്കാന്നൊക്കെ പറയില്ല, നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചൊരു എഫക്റ്റാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പുതിയതായിട്ടൊരു സ്ഥലത്ത് വന്നു എന്നുള്ളൊരു ഫീലിങ്ങോ, എനിക്ക് ഒരുപാട് കാലം പരിചയമുള്ള പോലെയാണ് ആ ചേച്ചിമാർ എന്നോട് പെരുമാറിയതും. തിരിച്ചും അങ്ങനെ തന്നെ ഇതാക്കാനും തോന്നിയതും. നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ ഈ കടലുണ്ടി പുഴയുടെ ഈ കാറ്റ് കൊണ്ട് അതൊരു ഫീലിംഗ് വേറെ തന്നെ.
അതിലുപരി ആ ചേച്ചിമാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ പറ്റിയെന്നുള്ളൊരു സന്തോഷം കൂടി ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടയ്ക്കൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.